സുവർണ ലിപികളിൽ എഴുതി ചേർക്കണം ഈ ബന്ധം എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്. ഇത് ഞാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുന്നത്. ജപ്പാനിലേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. എന്തിനാണ് അദ്ദേഹം ജപ്പാനിലേക്ക് പോയത്? ജപ്പാനിലേക്ക് നരേന്ദ്രമോദി പോയപ്പോൾ ജപ്പാനിലെ അമേരിക്കയിലുള്ള പ്രതിനിധി അക്കാസാവ അമേരിക്കയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. കാരണം $550 ബില്യൺ വ്യാപാര കരാറാണ് അമേരിക്കയും ജപ്പാനും തമ്മിൽ ഒപ്പിടാനുള്ളത്. അദ്ദേഹം പറഞ്ഞത് എനിക്കിപ്പോൾ ഇവിടെ കുറച്ച് പണികളുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം എന്നാണ്. ഇതോടുകൂടി ട്രംപ് വല്ലാതെ അമ്പരന്നു. നരേന്ദ്രമോദി ജപ്പാനിലുണ്ട് എന്നുള്ളതും ട്രംപിനെ വല്ലാതെ ആശങ്കാകുലനാക്കി. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള താരിഫ് തർക്കത്തിനിടയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകളിലൊന്നായ ജപ്പാൻ, ചൈന എന്നിവിടങ്ങളിലെ പര്യടനത്തിൻ്റെ ഭാഗമായി മോദി ടോക്കിയോയിൽ നേരത്തെ എത്തിയിരുന്നു. ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിദേരു ഇഷിബയുമായി പ്രധാനമന്ത്രി മോദി 15ാമത് ഉച്ചകോടി നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനായി അടുത്ത 10 വർഷത്തേക്കുള്ള ഒരു റോഡ് മാപ്പാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഉഭയകക്ഷി കരാറിൻ്റെ ഭാഗമായി പ്രതിരോധം ഉൾപ്പെടെ 13 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഈ കരാറിൻ്റെ ഭാഗമായി അടുത്ത ദശകത്തിൽ ജപ്പാൻ 10 ട്രില്യൺ യെൻ, അതായത് ഏകദേശം 6 ലക്ഷം കോടി രൂപ ഇന്ത്യയിൽ നിക്ഷേപിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 7 വർഷത്തിന് ശേഷം ജപ്പാൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി മോദി വെള്ളിയാഴ്ച ടോക്കിയോയിലെത്തി. പ്രധാനമന്ത്രി മോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രിയും 15ാമത് ഉച്ചകോടി യോഗം നടന്നു. വ്യാപാരം, നിക്ഷേപം, ഉയർന്നു വരുന്ന സാങ്കേതിക വിദ്യകൾ എന്നുൾപ്പെടെ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആഴത്തിലാക്കുക എന്നതാണ് ഈ യോഗത്തിൻ്റെ ലക്ഷ്യം. സാമ്പത്തിക സുരക്ഷ, ശുദ്ധമായ ഊർജ്ജം, ടെലികോം, ഫാർമസ്യൂട്ടിക്കൽസ്, പ്രധാന ധാതുക്കൾ, പുതിയതും ഉയർന്നു വരുന്നതുമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിലെ പരിവർത്തന സംരംഭങ്ങൾ ഉൾപ്പെടുന്ന 13 കരാറുകളും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉച്ചകോടിയിൽ ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി മോദിയും പ്രധാനമന്ത്രി ഇഷിബയും ഈ കരാറുകൾ പരസ്പരം കൈമാറി. ഇന്നത്തെ ഞങ്ങളുടെ ചർച്ചകൾ ഫലപ്രദവും ഉപയോഗപ്രദവും ലക്ഷ്യബോധവുമുള്ളതായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകളും ഊർജ്ജസ്വലമായ ജനാധിപത്യ രാജ്യങ്ങളും എന്ന നിലയിൽ ഞങ്ങളുടെ പങ്കാളിത്തം ഇരു രാജ്യങ്ങൾക്കും മാത്രമല്ല ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണെന്നാണ് ഇത് കഴിഞ്ഞ് നേതാക്കൾ അഭിപ്രായപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.